അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് ശൂറ അതിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 47 മുതൽ 50 വരെയുള്ള സൂക്തങ്ങളാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നല്ലവനായി ജീവിക്കുക, ഭൗതികമായ അധികാരങ്ങളോ നേട്ടങ്ങളോ ആഗ്രഹിച്ച് യഥാർത്ഥ വിജയം അവൻ നഷ്ടപ്പെടുത്താതിരിക്കട്ടെ എന്നതാണല്ലോ പ്രവാചക അധ്യാപനങ്ങളുടെ സാരം. ഉഅ്ബുദുല്ലാ, യഥാർത്ഥ ഇലാഹായ അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുത്ത് ജീവിക്കണം, അവനെ അനുസരിക്കണം, അവന് കീഴ്വണങ്ങി അവൻ്റെ അടിമയായി മാറണം. ഇതാണ് മനുഷ്യരോട് പ്രവാചകന്മാർ നിർദ്ദേശിച്ചത്. ആ കൽപ്പന അനുസരിക്കാൻ ബഹുഭൂരിഭാഗം ആളുകളും തയ്യാറായില്ല എന്നതാണല്ലോ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഈ ഭാഗത്ത് പരലോകത്ത് നരകം കാണുമ്പോൾ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ചും അവൻ്റെ നിസ്സഹായതയെക്കുറിച്ചും സൂചിപ്പിക്കുകയുണ്ടായി. 47 സൂക്തത്തിൽ അള്ളാഹു പറയുന്നത്, ഇസ്തജീബു ലി റബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ്. ഒരു ശക്തിക്കും അള്ളാഹുവിങ്കിൽ നിന്ന് തട്ടിമാറ്റാനാവാത്ത ആ ദിനം വന്നണയും മുമ്പ് നിങ്ങളുടെ നാഥൻ്റെ സന്ദേശം കൈക്കൊള്ളുവിൻ എന്നാണ്. ഇസ്തജാബ, നിങ്ങൾ ഉത്തരം നൽകുക. അതായത് അള്ളാഹു ഒരിക്കലും അത് തട്ടിമാറ്റുകയില്ല, അത് തട്ടിമാറ്റാൻ കഴിവുള്ള മറ്റൊരാളും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഒരു ദിനം വരുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് ഉത്തരം നൽകുക, നല്ലവരായി ജീവിക്കുക. മാലക്കും മിൻ മൽജഇൻ യൗമഇദിൻ വമാലക്കും മിൻ നക്കീർ. അന്നാളിൽ നിങ്ങൾക്കൊരു അഭയസ്ഥാനവും ഉണ്ടാവുകയില്ല, നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ ശ്രമിക്കുന്നവരായി ആരും ഉണ്ടാവുകയില്ല. ഇവിടെ ഭൗതിക ലോകത്ത് നമ്മൾ ചില പ്രയാസങ്ങളിൽ അകപ്പെട്ടാൽ നമ്മളെ സഹായിക്കാൻ പലരും വന്നെന്നിരിക്കും. ഒരുപക്ഷെ അഭയമില്ലാത്ത ഒരു സന്ദർഭത്തിൽ ചില ഫോൺ കോളുകളോ മെസ്സേജുകളോ നമുക്ക് വല്ലാത്ത പ്രതീക്ഷ നൽകും. പലരും നമ്മളെ സഹായിക്കാൻ ഓടിയെത്തും. എന്നാൽ പരലോകത്ത് അതുണ്ടാവുകയില്ല. വമാ ലക്കും മിൻ നക്കീർ, നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ ശ്രമിക്കുന്നവരായി ആരും ഉണ്ടായിരിക്കുകയില്ല. 4 വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ സയ്യിദ് അബുൽ അഅ്ല മൗദൂദി സാഹിബ് പറയുന്നുണ്ട്. 1, നിങ്ങൾക്ക് സ്വന്തം ചെയ്തികളിൽ ഒന്നിനെയും നിഷേധിക്കാനാവില്ല. 2, നിങ്ങൾക്ക് വേഷം മാറി ഒളിവിൽ പോകാനൊന്നും കഴിയില്ല. 3, നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും അതിൽ പ്രതിഷേധിക്കാനോ അതൃപ്തി പ്രകടിപ്പിക്കാനോ സാധിക്കുകയില്ല. 4, നിങ്ങൾ അകപ്പെടുത്തപ്പെടുന്ന അവസ്ഥയെ മാറ്റുക നിങ്ങളുടെ കഴിവിൽപ്പെട്ടതായിരിക്കുകയില്ല. ഫൈന അറളു ഫമാ അർസൽനാക അലൈഹിം ഹഫീള. ഇനിയും ജനം പുറംതിരിഞ്ഞു പോവുകയാണെങ്കിൽ പ്രവാചകര, നാം നിന്നെ അവരുടെ മേൽനോട്ടക്കാരനായി നിശ്ചയിച്ചിട്ടില്ല. എല്ലാവരെയും സത്യവിശ്വാസികളാക്കി മാറ്റി അടങ്ങൂ എന്ന വാശിയോടുകൂടി നീ പ്രവർത്തിക്കേണ്ടതില്ല. നീ പരിശ്രമിക്കുക. വമാ അലൈനാ ഇല്ലൽ ബലാഗ്, വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ എന്നൊക്കെ ഖുർആൻ പറയുന്നു. സന്ദേശം എത്തിക്കുക, വ്യക്തമായ സന്ദേശം എത്തിക്കലല്ലാതെ നിന്റെ മേൽ യാതൊരു ബാധ്യതയുമില്ല. ഫലഅല്ലക ബാഖിയുൻ നഫ്സക അലാ ആസാരിഹിം ലയുമിനു ബിഹാദൽ ഹദീസി ഹസഫ. സൂറത്തുൽ കഹ്ഫിൽ പ്രവാചകന്റെ ഒരു മാനസികാവസ്ഥയെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നത് നമുക്കെല്ലാം അറിയാവുന്ന ഭാഗമാണ്. എങ്ങനെയെങ്കിലും ഇവരെ നേർവഴിക്ക് തന്നെ കൊണ്ടുവന്നേ തീരൂ എന്നൊന്നും താങ്കളെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നർത്ഥം. ഇക്കൂട്ടർ എന്തുകൊണ്ട് നേർവഴിക്ക് വന്നില്ല എന്ന് താങ്കളോട് ചോദിക്കുകയുമില്ല. ഇന്ന അലൈക ഇല്ലൽ ബലാഗ് വഇന്ന ഇദൻ അദ്ഖിനൽ ഇൻസാന മിന്ന റഹ്മതൻ ഫരിഹ ബിഹാ. മനുഷ്യരുടെ ഒരു സാഹചര്യം, അവരുടെ നിലപാട് അള്ളാഹു കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ സ്ഥിതി എന്തെന്നാൽ, നമ്മുടെ അനുഗ്രഹം ആസ്വദിപ്പിച്ചാൽ അതിലവൻ നിഗളിക്കുകയായി. സ്വകരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി വല്ല ദോഷവും ബാധിച്ചാലോ
വൈൻ തുസിബുഹും സയ്യത്തും ബിമാ ഖദ്ദമത് ഐദീഹിം ഫൈനൽ ഇൻസാന കഫൂർ. അപ്പോഴവനതാ കടുത്ത കൃതജ്ഞനായിത്തീരുന്നു. മനുഷ്യർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് മുകളിൽ പരാമർശിക്കപ്പെട്ട അല്പരായ അധമരായ ആളുകൾ. എന്തെങ്കിലും ഭൗതികമായ അനുഗ്രഹം കിട്ടിയാൽ അവർ നിഗളിക്കും, ഇതെല്ലാം ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട്, എൻ്റെ കൈകൾ കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ടൊക്കെ നേടിയെടുത്തതാണ്. ഇനി കരങ്ങൾ കാരണം എന്തെങ്കിലും ആപത്തുകളോ വിപത്തുകളോ പ്രയാസങ്ങളോ ഉണ്ടായാലോ അവർ കടുത്ത നിഷേധികളായിട്ട്, കൃതജ്ഞരായിട്ട്, നന്ദി കെട്ടവരായിട്ട് മാറുകയും ചെയ്യും. അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ദൈവത്തിൻ്റെയും മറ്റൊരാളുടെയും പേരിൽ പഴിചാരുകയും സ്വയം പ്രവർത്തനത്തെ അവർ ന്യായീകരിക്കുകയും ചെയ്യും. ഇത്തരം ആളുകളുടെ ഏറ്റവും നിന്ദ്യമായ മോശമായ നിലപാടിനെ ഖുർആൻ കൃത്യമായി വിശദീകരിക്കുകയാണ്. തുടർന്ന് പറയുന്നു, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള് യഖ്ലുഖു മാ യശാ. സത്യനിഷേധത്തിന്റെ മൂഢതയിൽ അകപ്പെട്ടവർക്കുള്ള കനത്ത താക്കീതാണ്. അള്ളാഹു ആകാശഭൂമികളുടെ ആധിപത്യത്തിനുടമയാണ്. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള് യഖ്ലുഖു മാ യശാ. അവൻ ഇച്ഛിക്കുന്നതെന്തും സൃഷ്ടിക്കുന്നു. സത്യനിഷേധത്തിന്റെയും ബഹുദൈവത്വത്തിന്റെയും മൂഢതയിൽ അകപ്പെട്ടവർ ഇനി ഗ്രഹിക്കാൻ ഒരുങ്ങുന്നില്ലെങ്കിൽ വേണ്ട. നിങ്ങൾ എത്ര നിഷേധിച്ചാലും യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാണ്. ആകാശഭൂമിയുടെ ആധിപത്യം അള്ളാഹുവിന് മാത്രമാണ്. ഒരു നേതാക്കൾക്കും അത് ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരു പ്രവാചകന്മാർക്കോ പുണ്യവാളന്മാർക്കോ ദേവീദേവന്മാർക്കോ ഒന്നും അതിൽ പങ്കില്ല. അതിൻ്റെ ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണ്. അവനെ എതിർക്കാൻ പുറപ്പെടുന്നവർ തൻ്റെ ശക്തി കൊണ്ട് വിജയിക്കാൻ ഒരിക്കലും പോകുന്നില്ല. ജനം തങ്ങളുടെ വിഡ്ഢിത്തം കൊണ്ട് ദൈവിക ഉടമരായി അല്ലെങ്കിൽ പങ്കുള്ളവരായി മറ്റുള്ളവരെ കരുതുന്നുവെങ്കിൽ അതെത്രമാത്രം വലിയ അബദ്ധമാണ്. അത് അള്ളാഹു ബോധ്യപ്പെടുന്നത് ഇങ്ങനെയാണ്: യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുകൂറ ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാസ വയജഅലു മൻ യശാഉ അഖീമ ഇന്നഹു അലീമുൻ ഖദീർ. അള്ളാഹുവിൻ്റെ ആധിപത്യം എന്നത് കേവലമാണ് എന്നത് ഇവര് പങ്കാളികളായി കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും ചില കഴിവുകളോ മേന്മകളോ കുതിരത്തുകളോ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന നിലപാട് പോലെയല്ല അള്ളാഹുവിൻ്റെ അധികാരം. അത് സ്ഥായിയാണ്. സ്വയം കഴിവുള്ളവരെന്ന് വിവരിക്കുന്ന ആളുകൾ അവർക്ക് സ്വന്തം കാര്യത്തിൽ പോലും അവനവൻ മോഹിക്കുന്നത് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ മനുഷ്യന്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തനിക്ക് തന്നെ താൻ മോഹിക്കുന്നതനുസരിച്ചുള്ള സന്താനങ്ങളെ ജനിപ്പിക്കാൻ പോലും ഒരാൾക്കും കഴിവില്ല. ദൈവം വന്ധ്യനാക്കിയ ഒരുവനെ ഒരു ചികിത്സക്കും ഔഷധത്തിനും മന്ത്രവാദത്തിനും പ്രജനനശേഷിയുള്ളവനാക്കാൻ കഴിയില്ല. ദൈവം പെൺമക്കളെ മാത്രം നൽകിയ ഒരാൾക്ക് ഒരാൺകുട്ടിയെങ്കിലും നേടാൻ ഒരു ഉപായവും ഇന്ന് വരെ കണ്ടിട്ടില്ല. ദൈവം ആൺകുട്ടികളെ മാത്രം വിധിച്ചവന് ഒരു പെൺകുഞ്ഞിനെ കിട്ടാനുമില്ല. ചിലർക്ക് ആണിനെയും പെണ്ണിനെയും നൽകുന്നു. ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും തികച്ചും നിസ്സഹായരല്ലേ? ഇതെല്ലാം കണ്ടിട്ടും വല്ലവനും ദൈവത്തിന്റെ ദിവ്യത്വത്തിൽ അധികാരമുണ്ടെന്ന് വാദിക്കുകയോ വല്ല അസ്തിത്വത്തിനും ദൈവിക അധികാരത്തിൽ സ്വാധീനമുണ്ടെന്ന് കരുതുകയോ ആണെങ്കിൽ അവന്റെ ഉൾക്കാഴ്ചയില്ലായ്മ മാത്രമാണ് അത് വിളിച്ചോതുന്നത്. ആ വിഡ്ഢിത്തത്തിന്റെ ദുഷ്ഫലം അവൻ അനുഭവിക്കേണ്ടതായി തന്നെ വരും. ഒരാൾ സ്വന്തം നിലയിൽ വല്ലതിനെയും വല്ലതുമായി ധരിച്ചു വെച്ചതുകൊണ്ട് യാഥാർത്ഥ്യം അളവ് മാറാൻ പോകുന്നില്ല. സയ്യിദ് അബുൽ അല മൗദൂദി സാഹിബ് വിശദീകരിക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ.